കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ സഹോദരന്റെ പ്രതികരണം, അഫാന്റെ റൂട്ട് മാപ്പ്, അഫാൻ ഇൻട്രോവേർട്ടോ. കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു കൂട്ടക്കൊലപാതകത്തിന്റെ വാർത്ത കൂടി വന്നപ്പോൾ മണിക്കൂറുകൾക്കകം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ വിൽക്കാൻ വെച്ച വാർത്തകളുടെ തലക്കെട്ടുകളാണിത്. എന്ത് ഉപകാരമാണ്, എന്ത് ടേക്ക് അവേ ആണ് സമൂഹത്തിൽ നിന്ന് ഇതിനകത്ത് ഉണ്ടാകുമെന്ന് ഈ ആളുകൾ പ്രതീക്ഷിക്കുന്നത്? സഹോദരന്റെ വികാരവും തകർന്നിരിക്കുന്ന കുടുംബത്തെയും കണ്ടതുകൊണ്ട് എന്ത് ആനന്ദമാണ് മലയാളിക്ക് കിട്ടാനുള്ളത്? റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കാൻ ഈ അഫാൻ എന്ന് പറയുന്ന കൊലപാതകി കാണാതായ മനുഷ്യനോ കോവിഡ് രോഗിയോ അല്ല. ഇയാൾ ഇൻട്രോവേർട്ടാണ് എന്നുള്ളതുകൊണ്ട് മാത്രം ഈ നാട്ടിലുള്ള എല്ലാ ഇൻട്രോവേർട്ടുകളും ക്രിമിനലുകളാകുമെന്ന് യാതൊരു അർത്ഥവും അതിനകത്തുനിന്നില്ല. പിന്നെ എന്തിനാണ് ഇത്തരം വാർത്തകൾ? നാടിനെ ആകെ നശിപ്പിക്കുന്ന ലഹരിയും വയലൻസും കൂടിച്ചേർന്നുകൊണ്ടുള്ള ഈ വിപത്തിൽ നിന്ന് എങ്ങനെ ഈ മനുഷ്യർക്ക് രക്ഷപ്പെടാമെന്നുള്ളതിന്റെ ചർച്ചകൾ, അതിനനുസരിച്ചുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ, പോളിസികൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് കണ്ടിട്ടുണ്ടോ? ഈ വികാരഭരിതമായിട്ടുള്ള പ്രതികരണങ്ങളും അടിയന്തരമായിട്ടുള്ള അപലപനങ്ങൾക്കും അപ്പുറം എന്താണ് നമ്മൾ ഇത്ര കാലമായിട്ട് ചർച്ച ചെയ്യുന്നത്? എത്ര ഇൻസിഡന്റുകൾ നമ്മുടെ മുന്നിൽ നടന്നു? ഏറ്റവും ബെയർ മിനിമം ആയിട്ട് ഈ റീലുകളും സോഷ്യൽ മീഡിയ കണ്ടന്റുകളും സിനിമകളും എല്ലാം കൺസ്യൂം ചെയ്ത് കേരളത്തിലെ സ്കൂളുകളിലേക്ക് വരുന്ന അടുത്തൊരു ജനറേഷൻ ഉണ്ടല്ലോ. ഈ കുട്ടികൾക്കെങ്കിലും സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പ്രതികരിക്കണം, ഒരാളോട് എങ്ങനെ സംസാരിക്കണം, ഈ സോഷ്യൽ മീഡിയയിലും മറ്റ് മീഡിയകളിലും എല്ലാം കാണുന്ന കണ്ടന്റുകൾ ഏതൊക്കെ കൺസ്യൂം ചെയ്യണം, ഏതെല്ലാം വെറും റീലുകളായും സിനിമകളായും കണ്ട് ഒഴിവാക്കി കളയണമെന്നുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ധാരണയെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നുണ്ട് സ്കൂളുകളിൽ. ഈ വരുന്ന കുട്ടികൾക്കെല്ലാം നമ്മൾ ഇപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുന്ന അക്ഷരമാലയും മാത്തമാറ്റിക്സും മാത്രമാണ്. ഇതിലെല്ലാം അപ്പുറം കൂടുതൽ മാർക്ക് നേടണമെന്നുള്ള ലക്ഷ്യത്തിനപ്പുറം എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ കേരളത്തിലെ സ്റ്റാഫ് റൂമുകളിൽ നടക്കുന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ഇടങ്ങളിലും അത് ഏതെങ്കിലും കുട്ടികൾ തമ്മിൽ ലവ് ആണോ എന്നുള്ളതായിരിക്കും. ഇതിനപ്പുറത്തേക്കൊന്നും നമ്മുടെ സ്റ്റാഫ് റൂമുകളിൽ ഭൂരിഭാഗം വികസിച്ചിട്ടില്ല, ഒരു യാഥാർത്ഥ്യമാണ്. ഇത്ര പോലും കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയാതെ, ഇത്ര പോലും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താതെ നമ്മൾ എങ്ങനെയാണ് നാളെ ഇവിടെ നല്ലൊരു ജനറേഷൻ ഉണ്ടാവും എന്നുള്ളതിനെ പറ്റി സ്വപ്നം കാണാൻ പോകുന്നത്?